പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരുന്നു. നമുക്കിനി രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു റിസൾട്ടാണ്. റിസൾട്ട് പറയുന്നത് ഇതാണ്: ലെറ്റ് ഒ എ പി ബി be a sector of a circle with radius r and angle AOB is equal to theta degree. നമ്മൾ ഈ സർക്കിളിൻ്റെ സെക്ടർ OAPB എന്ന് പറയുന്ന സെക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സർക്കിളിൻ്റെ റേഡിയസ് ആർ ആണെന്നിരിക്കട്ടെ, സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഡിഗ്രി ആണെന്നിരിക്കട്ടെ, ആംഗിൾ ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് തീറ്റ ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഏരിയ ഓഫ് ദ സെക്ടർ ഒ എ പി ബി എന്ന് പറയുന്ന ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒ എ പി ബി എന്ന് പറയുന്ന പെർട്ടിക്കുലർ സെക്ടറിൻ്റെ ഏരിയ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. പൈ ആർ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 360. പൈ ആർ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 360. ഏരിയ ഓഫ് ദ സെക്ടർ ഒ എ പി ബി ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 360. ഇനി ആർക്ക് ലെങ്ത് ഓഫ് ദ സെക്ടർ ഒ എ പി ബി, ഈ ഒ എ പി ബി എന്ന് പറയുന്ന ഈ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ ആർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഒ എ പി ബി എന്ന് പറയുന്ന ഈ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത്, ഈ ലെങ്താണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് ഈ ലെങ്താണ് ഉദ്ദേശിക്കുന്നത്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒ എ പി ബി എന്ന് പറയുന്ന ഈ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത്, ഒ എ പി ബി എന്ന് പറയുന്ന ഈ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് ഓഫ് ദ സെക്ടർ ഒ എ പി ബി, അത് ഓർത്തിരിക്കണം, ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 360. അപ്പോൾ ഒരു സെക്ടറിൻ്റെ ആംഗിൾ തീറ്റ ഡിഗ്രിയും ആ സർക്കിളിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ തീറ്റ ബൈ 360 ആണ്. ആ സെക്ടറിൻ്റെ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2πr തീറ്റ ഡിവൈഡഡ് ബൈ 360 ആണ്. ഇനി ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് എ പി ബി എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ ഈ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന്, ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കാണാൻ വേണ്ടി ഈ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതി. അതാണ് എഴുതിയിരിക്കുന്നത്. ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് എ പി ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സെക്ടർ ഒ എ പി ബി, ഏരിയ ഓഫ് ദ സെക്ടർ ഒ എ പി ബി മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഒ എ ബി, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഒ എ ബി. അപ്പോൾ ഈ മൂന്ന് റിസൾട്ടുകളും ഓർത്തിരിക്കണം. ഒരു സർക്കിൾ, അതിൻ്റെ റേഡിയസ് ആറാണ്, അതിൻ്റെ ഒരു സെക്ടർ എടുക്കുന്നു, സെക്ടറിൻ്റെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഒ എ പി ബി എന്ന് പറയുന്ന ഈ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ തീറ്റ ബൈ 360 ആണ്. ഈ സെക്ടറിൻ്റെ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2πr തീറ്റ ബൈ 360 ആണ്. കൂടാതെ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റിൻ്റെ, സർക്കിളിൻ്റെ ഈ മൈനർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കാണാൻ ഈ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ആ ട്രയാങ്കിൾ ഒ എ ബിയുടെ ഏരിയ സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത റിസൾട്ട് ഇതാണ്: ഏരിയ ഓഫ് ദ മേജർ സെക്ടർ ഒ എ ക്യു ബി. അടുത്ത റിസൾട്ട് ഇതാണ്: ഏരിയ ഓഫ് ദ മേജർ സെക്ടർ ഒ എ ക്യു ബി എന്ന് പറയുന്ന മേജർ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒ എ ക്യു ബി എന്ന് പറയുന്ന ഈ മേജർ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏരിയ ഓഫ് ദി മേജർ സെക്ടർ ഒ എ ക്യു ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ മൈനർ സെക്ടർ ഒ എ പി ബി. അപ്പോൾ ആ മേജർ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ആ മൈനർ സെക്ടറിൻ്റെ ഏരിയ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ മേജർ സെക്ടർ ഒ എ പി ബിയുടെ ഏരിയ എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ആ മൈനർ സെക്ടർ ഒ എ പി ബിയുടെ ഏരിയ കുറച്ചാൽ മതി. അടുത്തത്
ഏരിയ ഓഫ് ദ മേജർ സെഗ്മെൻറ്റ് AQB എന്ന് പറയുന്ന മേജർ സെഗ്മെൻറ്റിൻ്റെ AQB എന്ന് പറയുന്ന മേജർ സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ മൈനർ സെഗ്മെൻറ്റ് APB ആണ്. ഏരിയ ഓഫ് ദ മൈനർ സെഗ്മെൻറ്റ് APB ആണ്. ഈ രണ്ട് റിസൾട്ടും ഓർത്തിരിക്കുക. നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 4 cm ആൻഡ് ഓഫ് ആംഗിൾ 30 degree. Also find the area of the corresponding major sector. Use pi is equal to 3.14. പൈയുടെ ഈ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ വരച്ചു, ഒരു സർക്കിൾ, അതിൻ്റെ റേഡിയസ് 4 ആണ്. അതിൻ്റെ ഒരു സെക്ടർ എടുക്കുന്നു. ആ സെക്ടറിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്. ആ സെക്ടർ നമ്മൾ OAPB എന്ന് പേര് കൊടുത്തു. നമുക്ക് സെക്ടറിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. കൂടാതെ മേജർ സെക്ടറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. നമുക്ക് ആൻസറിലേക്ക് പോകാം. റേഡിയസ് ഓഫ് ദ ഗിവൺ സർക്കിൾ സ്മോൾ r ഈസ് ഈക്വൽ ടു 4 cm. ആംഗിൾ ഓഫ് ദ മൈനർ സെക്ടറിൻ്റെ ആംഗിൾ തീറ്റ സമം 30 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ദ മൈനർ സെക്ടർ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയാണ്. ഇനി ഏരിയ ഓഫ് ദ മൈനർ സെക്ടർ OAPB എന്ന് പറയുന്ന മൈനർ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് pi r square theta by 360 ആണ്. pi r square theta by 360 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ 3.14 ആണ്, ഇൻറ്റു ആർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 360. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4.19 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ആ മൈനർ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഏരിയ ഓഫ് ദി മേജർ സെക്ടർ OAQB. നമുക്ക് ഈ OAQB എന്ന് പറയുന്ന OAQB എന്ന് പറയുന്ന മേജർ സെക്ടറിൻ്റെ ഏരിയ കാണാൻ ഏരിയ ഓഫ് ദ മേജർ സെക്ടർ OAQB ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ മൈനർ സെക്ടർ. അപ്പോൾ മേജർ സെക്ടറിൻ്റെ ഏരിയ കാണാൻ വേണ്ടി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് മൈനർ സെക്ടറിൻ്റെ ഏരിയ കുറച്ചാൽ മതി. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് pi r സ്ക്വയർ ആണ്. pi r സ്ക്വയർ മൈനസ് 4.19 ദാറ്റ് ഈസ് 3.14 ഇൻറ്റു 4 സ്ക്വയർ മൈനസ് 4.19. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 50.24 minus 4.19 that is equal to 46.1 centimeter square. 46.1 centimeter square. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സെഗ്മെന്റ് AYB shown in the figure if the radius of the circle is 21 centimeter and angle AOB is equal to 120 degree. Use pi is equal to 22/7. ഇതാണ് ചോദ്യം. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് 21 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ AOB എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ആംഗിൾ AOB എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. നമുക്ക് AYB എന്ന് പറയുന്ന ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അതാണ് എഴുതി. ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് AYB എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റിൻ്റെ ഏരിയ ഓഫ് ദി സെഗ്മെൻറ്റ് AYB ഓഫ് ദ ഗിവൺ സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സെക്ടർ OAYB. ഈ OAYB എന്ന് പറഞ്ഞ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ OAB കുറച്ചാൽ മതി, നമുക്ക് ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റിൻ്റെ ഏരിയ AYB എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ ഏരിയ കാണാൻ OAYB എന്ന് പറയുന്ന സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും.
Call it as equation number 1. ആദ്യം നമുക്ക് സെക്ടറിൻ്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് ദ സെക്ടർ OAYB. OAYB എന്ന് പറയുന്ന സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² θ/360 ആണ്. ദാറ്റ് ഈസ് 22/7 ഇൻറ്റു 21² ഇൻറ്റു θ 120 ആണ്. 120/360 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 462 cm² എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. ആ ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ട് താഴെയോട്ട് മാറ്റി വരച്ചിരിക്കുകയാണ്. OAB എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ താഴോട്ട് മാറ്റി വരച്ചിരിക്കുകയാണ്. ഈ സൈഡിൻ്റെ നീളം 21, ഈ സൈഡിൻ്റെ നീളം 21. ഈ മൊത്തം ആംഗിൾ 120 ആയതുകൊണ്ട് അതിൻ്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ. ഈ ആംഗിൾ 60 ആയിരിക്കും. ടോട്ടൽ 120 ആയതുകൊണ്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ആയിരിക്കും. നമ്മൾ OM പെർപെൻഡിക്കുലർ ടു AB. അപ്പോൾ ഇനി അടുത്ത ജോലി ഇതാണ്, ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB. OAB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്തത് OM പെർപെൻഡിക്കുലർ ടു AB. OM നമ്മൾ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ടോട്ടൽ ഈ ആംഗിൾ 120 ആയതുകൊണ്ട് അതിൻ്റെ പകുതി 60 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഫ്രം റൈറ്റ് ട്രയാങ്കിൾ OMB. ഈ OMP എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് നമുക്കറിയാം cos 60 ഡിഗ്രി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡിൻ്റെ നീളം OM ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം OBയോട് ഈക്വൽ ആണ്. cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 എന്ന് പറയുന്നത് OM/21. OB 21 ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ OM ഈസ് ഈക്വൽ ടു 21/2 ആണ്. അതുപോലെ ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് OMB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് sin 60 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം MB/OB ആണ്. MB/OB ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളമാണ്. sin 60 ഡിഗ്രി എന്ന് പറയുന്നത് √3/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു MP/21. ദെയർഫോർ MP എന്ന് പറയുന്നത് 21√3/2 ആണ്. MP എന്ന് പറയുന്നത് 21√3/2 ആണ്. നമുക്ക് MB കിട്ടിയ സ്ഥിതിക്ക് AB പറയാം. AB എന്ന് പറയുമ്പോൾ MBയുടെ ഡബിൾ ആയിരിക്കും. അപ്പോൾ AB എന്ന് പറയുന്നത് 2 × MB ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 21√3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 21√3. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ലെങ്ത് നമുക്ക് കിട്ടി. AB കിട്ടി. OM അറിയാം, ഹൈപ്പോട്ടന്യൂസ് അറിയാം, OM അറിയാം. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 × AB × OM ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 21√3 × 21/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 441√3/4 ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 3 in 1. 2ഉം 3ഉം ഒന്നാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ് AYB എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 462. അതാണ് സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. മൈനസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 441√3 ഡിവൈഡഡ് ബൈ 4 ആണ്. അത്രയും സെൻറ്റിമീറ്റർ² ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 6 cm ഇഫ് ദി ആംഗിൾ ഓഫ് ദ സെക്ടർ ഈസ് 60 ഡിഗ്രി. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ഹൂസ് സർക്കംഫറൻസ് ഈസ് 22 cm. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ whose circumference is 22 cm. Use pi is equal to 22/2. 22/7. നമുക്കൊരു സർക്കിളിൻ്റെ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ക്വാഡ്രൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. ക്വാഡ്രൻ്റ് ഏരിയ കാണണം. ലെറ്റ് ആർ ബി ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ക്വാഡ്രൻറ്റ് ഓഫ് എ സർക്കിൾ ഹു സർക്കംഫറൻസ് ഈസ് 22 cm. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട് 22 cm ആണ്. നമുക്കതിൻ്റെ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ക്വാഡ്രൻറ്റിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റേഡിയസ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ R ആണെന്നിരിക്കട്ടെ ഈ സർക്കിളിൻ്റെ റേഡിയസ്. ലെറ്റ് R ബി ദ റേഡിയസ് ഓഫ് ദ ഗിവൺ സർക്കിൾ. തന്നിരിക്കുന്ന സർക്കിളിലെ റേഡിയസ് R ആണെന്നിരിക്കട്ടെ. പെരിമീറ്റർ ഓഫ് ദ ഗിവൺ സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. അത് തന്നിട്ടുണ്ട് 22 എന്ന്. അപ്പോൾ R എന്ന് പറയുന്നത് 22/2π ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 2 × 22/7. ഈ 7 അങ്ങ് മുകളിൽ പോകും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/2 എന്ന് കിട്ടും. ഇതാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിലെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 7/2 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് എന്ന് പറയുന്നത്.
ഇനി ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ് ഓഫ് ദ ഗിവൺ സർക്കിൾ. ക്വാഡ്രന്റ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് സർക്കിളിൻ്റെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. സർക്കിളിൽ 4 ക്വാഡ്രന്റുകളുണ്ട്. നമുക്കൊരു ക്വാഡ്രന്റിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഇപ്പോൾ ഒരു ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഒരു സെക്ടർ ആയിരിക്കും. ആ സെക്ടറിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ ഒരു ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ അതൊരു സെക്ടറാണ്. ആ സെക്ടറിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രന്റിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വാഡ്രന്റിൻ്റെ ഏരിയ എന്ന് കാണാൻ വേണ്ടി ഏരിയ ഓഫ് ദ ക്വാഡ്രന്റ് ഓഫ് ദ ഗിവൺ സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ തീറ്റ ബൈ 360. ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഒരു സെക്ടറാണ് വിത്ത് ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ തീറ്റ ബൈ 360 ദാറ്റ് ഈസ് 22/7 ഇൻറ്റു 7/2 ഹോൾ സ്ക്വയർ ഇൻറ്റു 90 ബൈ 360. That is 22/7 into 49/4 into 90 by 360. That is equal to 22 into 49 into 90 by 7 into 4 into 360. That is equal to 1078 divided by 112 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9.625 സെൻറ്റിമീറ്റർ സ്ക്വയർ. 9.625 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ലെങ്ത് ഓഫ് ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഈസ് 14 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ സ്വെപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 5 minutes. The length of the minute hand of a clock is minute hand of a clock is 14 centimeter. Find the area swept by the minute hand in 5 minutes. ഇതാണ് ചോദ്യം. ഇവിടെ പൈ നമ്മൾ 22/7 എന്ന് വേണം എടുക്കണം. പൈയുടെ ഈ അപ്രോക്സിമേറ്റ് വാല്യൂ വേണം എടുക്കാൻ. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡിൻ്റെ നീളം എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. ഈ മിനിറ്റ് ഹാൻഡ് 5 മിനിറ്റ് ടേൺ ചെയ്യുമ്പോൾ 5 minutes ടേൺ ചെയ്യുമ്പോൾ അത് കവർ ചെയ്യുന്ന ഏരിയാസ് 5 മിനിറ്റ് ടേൺ ചെയ്യുമ്പോൾ അത് കവർ ചെയ്യുന്ന ആ ഏരിയ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏരിയ സ്വെപ്റ്റ് ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 5 minutes. Length of the minute hand of a clock is 14 centimeter. Find the area swept by the minute hand in 5 minutes. നമുക്ക് ആൻസറിലേക്ക് പോകാം. ആംഗിൾ ടേൺഡ് ബൈ മിനിറ്റ് ഹാൻഡ് ഇൻ 60 minutes. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കൊണ്ട് ടേൺ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് ആംഗിൾ ടേൺഡ് ഇൻ 1 minute, 1 മിനിറ്റിൽ ടേൺ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360/60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 6 ഡിഗ്രിയാണ്. അതുകൊണ്ട് ആംഗിൾ ടേൺഡ് ഇൻ 5 minutes, 5 മിനിറ്റ് കൊണ്ട് ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 5 into 6 ദാറ്റ് ഈസ് 30 ഡിഗ്രിയാണ്. നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. റേഡിയസ് 14 ആണ്, ഈ ആംഗിൾ 30 ആണ്. അപ്പോൾ റിക്വയർഡ് ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ തീറ്റ ബൈ 360. That is 22/7 into 14 square into 30 divided by 360. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 51.33 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 51.33 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും.